ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റിനുള്ള കറുപ്പ് കുറയാനുള്ള ഒരു അടിപൊളി ഒരു പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ കോഫി പൗഡർ വെച്ചുള്ള ഒരു പാക്കായിട്ട് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴുത്തിന് ചുറ്റിന് കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് തേക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ കഴിയേ. കണ്ടോ, നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു പാക്കാട്ടോ ഇന്ന് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണത്. നമ്മുടെ കഴുത്തിന് ചുറ്റിനുള്ള കറുപ്പ് കുറയാനും നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പാക്കാണ്. ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, നിങ്ങളുടെ മുഖത്ത് വേണമെങ്കിൽ തേക്കാം, കൈകളിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിത് എൻ്റെ കഴുത്തിന് ചുറ്റിനും മാത്രമേ തേക്കുന്നുള്ളൂ. നമുക്കിതിനായിട്ട് വേണ്ടത് കോഫി പൗഡറാണ്. ഞാനൊരു ഒരു സ്പൂൺ, 1.25 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഒരുപാട് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടില്ല, ചെറിയ തരികളുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. വലിയ തരികളുള്ള പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തോളൂ കേട്ടോ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണമെന്നില്ല. നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് വേണം നമുക്ക് ഈ ഒരു പാക്ക് അങ്ങ് കഴുത്തിലിട്ട് കൊടുക്കാൻ. കാരണം നമ്മുടെ കഴുത്തിന് ചുറ്റിനും കറുപ്പുള്ളത് കൊണ്ട് ഒരു സ്ക്രബ് എഫക്റ്റ് നമ്മുടെ കഴുത്തിന് കൊടുത്തെങ്കിലാണ് ആ കഴുത്തിന് ചുറ്റിനുള്ള കറുപ്പൊക്കെ നല്ലോണം കുറയുള്ളൂ കേട്ടോ. പഞ്ചസാര എടുക്കുന്നുണ്ട്, കുറച്ചധികം ഇട്ടേക്കാം. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി എടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് തന്നെ പഞ്ചസാരയുടെ അളവ് എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. നമുക്ക് വെളിച്ചെണ്ണ ചേർത്തുള്ള പാക്ക് വേണം കേട്ടോ നമ്മുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. കാരണം നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ ഡ്രൈനെസ് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫേസ് തേക്കുവാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം തൈര് നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതാ നമുക്കൊന്ന് മിക്സ് ചെയ്യണേ. കുറച്ചും കൂടെ ആവാം, തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാപ്പിപ്പൊടി, പഞ്ചസാര, വെളിച്ചെണ്ണ, ഒരു അടിപൊളി സംഭവമായിട്ട് ഇത്. നമ്മുടെ കഴുത്തിൽ ചുറ്റുള്ള കറുപ്പ് മാത്രമല്ല, നമ്മുടെ കാലിലുള്ള, അതായത് ചെരുപ്പിട്ട ഭാഗമൊക്കെ ഇങ്ങനെ കറുത്തിരിക്കില്ലേ, അതൊക്കെ മാറാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് തക്കാളിയാണ്. ഒരു അരമുറി തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ നീര് നമുക്ക് അതിലിങ്ങനെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ തേക്കണമെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിലങ്ങ് തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് കഴുത്തിന് ചുറ്റിനും തേച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് കഴുത്തിന് ചുറ്റും തേച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. നമുക്കിത് ഫേസിൽ വേണമെങ്കിൽ തേക്കാം, പക്ഷേ ഫേസ് തേക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് ഞാൻ കൂട്ടിയെടുത്തല്ലോ, അത് അത്ര എടുക്കണ്ട. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം പാൽ വേണമെങ്കിൽ എടുക്കാം. ഓയിൽ സ്കിന്നുകാർക്ക് കേട്ടോ, ഡ്രൈ സ്കിന്നുകാർക്ക് അത്രയും പ്രശ്നമില്ല. തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതിയല്ലോ. അപ്പം നമുക്കിതൊന്ന് തേച്ചെടുക്കാവേ. അപ്പോൾ നേരത്തെ മുറിച്ചെടുത്ത തക്കാളി ഇതിലോട്ടൊന്ന് നമുക്കൊന്ന് എന്താ പറയുക, മുക്കിക്കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ നീര് ഉണ്ടോ, നീരൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഞാൻ കാണിച്ചു തരാം. എന്താ ഇതുപോലെ അങ്ങ് വരണേ. ഇത് നമുക്ക് കഴുത്തിലങ്ങ് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കഴുത്തിന് ചുറ്റിനും തേച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് നെക്കി കൊടുക്കുക തക്കാളിയുടെ. അപ്പോൾ തക്കാളിയുടെ നീര് നമുക്ക് ഇതിലോട്ടങ്ങ് മിക്സ് ആവുമേ. ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ. സ്ക്രബ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റെങ്കിലും നമ്മുടെ കഴുത്തിൽ ഇന്ന് തന്നെ വെക്കണേ. അടിപൊളി പാക്കാണ് കേട്ടോ. നമ്മുടെ കഴുത്തിൽ ചുറ്റുമുള്ള കറുപ്പ് നല്ലവണ്ണം കുറയാൻ സഹായിക്കണം ഒരു സൂപ്പർ പാക്കാണിത്. നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നിങ്ങൾക്കിത് തേക്കുവാണെങ്കിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് കഴുത്തിൽ മനസ്സിലാവും. പിന്നെ നല്ലൊരു എഫക്റ്റ് നമ്മുടെ കഴുത്തിൽ കറുപ്പൊക്കെ മാറി നല്ല നിറം വയ്ക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തതിന് മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി പിടിച്ചിട്ട് ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു ഓയിൽ മസാജ്, വെളിച്ചെണ്ണയായാലും മതിനെ, കുറച്ച് ഓയിൽ മസാജും കൂടെ ഒന്ന് കഴുത്തിലങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആഴ്ചയിൽ ഒരു 3 തവണ ഒന്ന് ആവിയൊക്കെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റിനുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ സഹായിക്കും കേട്ടോ.
അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ. നിങ്ങൾ ചെയ്യുമ്പോണ്ടല്ലോ മുടിയുടെ നമ്മുടെ ഈ കഴുത്തിൻ്റെ പുറകുവശം നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ. ഞാൻ മുടി ഇങ്ങനെ കെട്ടിയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കഴുത്തിൻ്റെ പുറകുവശത്തും എന്തായാലും തേച്ച് കൊടുക്കണം. ഞാനത് വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ കാപ്പിപ്പൊടിയുടെ ഒരു ബ്രൗൺ കളർ എന്തായാലും പറ്റും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ ഞാനിത് നല്ലവണ്ണം അങ്ങ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാനിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ തന്നെ വെക്കിട്ട് എന്നിട്ട് ഞാൻ കഴുകിക്കളി. ഇളം ചൂടുവെള്ളം കൊണ്ട് അങ്ങനെ കഴുകുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എണ്ണമയം ഉണ്ടല്ലോ, വെളിച്ചെണ്ണയുടെ എണ്ണമയൊക്കെ ഒന്ന് മാറി കിട്ടും. അല്ലെങ്കിൽ ചൂടുവെള്ളം കൊണ്ട് തുണി മുക്കിയിട്ടൊന്ന് തുടച്ച് മാറ്റിയാലും മതി കേട്ടോ. എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ കഴുത്തേക്ക് തേച്ചാൽ മതി. അപ്പോൾ ഞാനിത് നല്ലവണ്ണം സ്ക്രബ് ചെയ്തിട്ടുണ്ട്. പതുക്കെ വേണം കേട്ടോ സ്ക്രബ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇച്ചിരി മുറുക്കത്ത് സ്ക്രബ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു മുറിവ് വരാൻ സാധ്യത ഉണ്ടാവുകൊണ്ട് അങ്ങനെ മുറിക്കൊന്നും ചെയ്യേണ്ട, പതുക്കെ ചെയ്താൽ മതി. തക്കാളി പകുതി മുറിച്ച് വെച്ചില്ലേ, തക്കാളി കൊണ്ട് അങ്ങ് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് കാണാം. ഞാനിത് കഴുത്തൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കഴുത്തിൻ്റെ ഈ സൈഡിലാട്ടോ അത്യാവശ്യം കറുപ്പ് ഉണ്ടായിരുന്നത്. മാലയൊക്കെ ഇടുന്നുണ്ട്, ചെറുതായിട്ട് കറുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഒറ്റ സ്ക്രബിൽ തന്നെ നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട്. നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കഴുത്തിൽ മാത്രമല്ല കൈകളിലും. ഞാനിത് കയ്യിൽ നല്ലവണ്ണം സ്ക്രബൊക്കെ ചെയ്തിട്ടാണ് കഴുകിക്കളഞ്ഞത്. ഞാൻ ഒന്ന് കാണിച്ചു തന്നില്ലായിരുന്നു. അപ്പോൾ ഇത് കയ്യിൽ തേക്കാം. കാലിൽ നമ്മുടെ ചെരുപ്പെട്ട പാകമൊക്കെ ഇങ്ങനെ കറുത്തിരിക്കില്ല. അപ്പോൾ ഈ ഒരു സ്ക്രബ് ചെയ്തിട്ടങ്ങ് കഴുകിക്കളയുവാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഫേസിൽ വേണമെങ്കിൽ തേക്കാം. വെളിച്ചെണ്ണ ഓയിൽ സ്കിന്നറാണെങ്കിൽ ഒരുപാട് വെളിച്ചെണ്ണ മിക്സ് ചെയ്യേണ്ട, കുരുക്കളൊക്കെ വരുമല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നല്ല അടിപൊളി ഒരു സ്ക്രബാണിത്. നമുക്കിത് സ്ക്രബായിട്ടും പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്യാം, ഒരു 15 മിനിറ്റ് ഇങ്ങനെ പാക്കായിട്ട് കഴുത്തിലങ്ങ് വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. ഇളം ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണമെങ്കിലാണ് എണ്ണമയൊക്കെ നന്നായിട്ടങ്ങ് മാറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു പാക്കാണത്. പിന്നെ അതിന് ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. കാരണം നമ്മുടെ സ്കിന്ന് നല്ല സ്ക്രബൊക്കെ ചെയ്ത് സോഫ്റ്റായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നുമില്ലെങ്കിലും ഗ്ലിസറിനും റോസ് വാട്ടറും തുല്യ അളവിലെടുത്തിട്ട് കഴുത്തിലങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല. വീണ്ടും നല്ല വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.